മലപ്പുറം എസ് പി സംസാരിക്കുന്നു. ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ്. അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനിയായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ 105 BNS, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവൂർക്ക് കൊണ്ടുപോവുകയും മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം അതിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് ആർക്കെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് പോകും. നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല. പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ 2 പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം 3 വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഏതാ ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടി, അതായത് മരണപ്പെട്ട ലേഡി, അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുടെ ഫാമിലി, ഫ്രണ്ട് സർക്കിൾ, ഇവരെല്ലാവരും മൊഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇല്ല, ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല, ആലപ്പുഴ സ്വദേശിയാണ്. ഇതിന് മുന്നേ ഉള്ള 2 പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ആലപ്പുഴയിൽ, എറണാകുളം ജില്ലയിലൊക്കെ ആയിട്ടാണ്. പിന്നെയുള്ളത് വളാഞ്ചേരി, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നു. അവിടെ വെച്ചിട്ടും നടന്നിട്ടുണ്ട്. പിന്നീടുള്ളതാണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ. അപ്പം ആ ഒരു ആംഗിളിൽ ഇവിടെ അതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം മാറിയത്. നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പം ഇറ്റ്സ് ടു ഏർലി ടു ഗിവ് എ കമൻറ്റ് ഓൺ ദാറ്റ്, ബിക്കോസ് നമുക്കതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള അതിനുള്ള അന്വേഷണം ഉണ്ടാവും. അതിൽ സപ്പോർട്ട് ചെയ്തിരിക്കണവരുണ്ടെങ്കിൽ അതിലേക്ക് നടപടി. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ടത് കവർ ചെയ്യും. അത്തരത്തിലുള്ളവർക്കെല്ലാം അഗെയിൻസ്റ്റുള്ള നടപടികൾ ലീഗൽ പ്രൊസീജിയേഴ്സ് 5-ാം തീയതി, ഇപ്പം മൊഴികൾ പ്രകാരം 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ്, 6 മണിയോ മറ്റോണ സമയം പറയുന്നത്. ആ സമയത്തായിട്ടാണെന്നാണ് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിലുള്ളത്. അതിനെ തുടർന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഏർലി മോർണിംഗ് ആണ് ഈ ബോഡി പെരുമ്പാവൂർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. രാത്രിയാണ് ഈ പ്രൊസീജിയേഴ്സ് നടന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കുറ്റസമ്മത മൊഴിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രതി പറയുന്നത്. വിശദമായിട്ട് അത് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അതൊരു തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെയുള്ളൊരു പ്രൊപ്പഗാൻഡയാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലുള്ളത്.
എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം ഫ്യൂണറലൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളൂ, കുട്ടികളുടെ പേരൻസിലേക്കും നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളവിടെ പോയി അവരെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. അവർക്ക് എന്തായാലും കൺസേൺ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ഇങ്ങനെ വിളിച്ചിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ടു ഏർലി ടു കമൻറ്റ് ഓൺ ദീസ് തിങ്സ്. ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ഈ കേസിലെ ഇതാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടവരുള്ളവരും ഈ പ്രതിയും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് രീതിയിലാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും. അതിന് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യതയുള്ളതാണെന്നെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട്. ഇറ്റ് നീഡ്സ് ടു ബി വെരിഫൈഡ്, അത് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല. ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളതും നോക്കണം. ഇല്ല, ടു ഏർലി. കുട്ടികളിൽ ഒരാൾ മാത്രമാണ് 14 വയസ്സുള്ള കുട്ടിയെന്ന് മനസ്സിലാവുന്നത്. ബാക്കിയുള്ള കുട്ടികളെല്ലാം കൊച്ചു കുട്ടികളാണ്. എല്ലാം വഴി സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. കുട്ടികളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഒരാൾ പഠിക്കുന്ന കുട്ടി എന്തോ വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. നമ്മളുടെ അറിവ് പ്രകാരം കുഴപ്പങ്ങളില്ലെന്നുള്ളതാണ്. നീഡ്സ് ടു ബി ചെക്ക്. അത് അവിടെ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പ്രതി മാത്രമാണുള്ളത്. വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പോലീസ്. കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നീളുന്നുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്.